ചെയ്യുന്ന ജാവയാണ്. ജാവ സംഭവമാണ്, ജാവ സിമ്പിളാണ്, ജാവ പവർഫുള്ളാണ്. സോ ഞാനൊരു ഇത് ബിൽഡ് ചെയ്തിരുന്നു, ഒരു കൊളാബറേറ്റീവ് ടാസ്ക് മാനേജ്മെന്റ്. അപ്പോൾ അതിൽ ഞാൻ മെയിൻ നോട്ടീസ് ചെയ്ത ഒരു സാധനം ബീൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്. ജാവയിൽ ബീൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ബാക്ക് എൻഡ് സെർവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഡി ബി ആയിട്ട് കണക്ട് ചെയ്യും. ഒരു ഡി ബി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതുകൊണ്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഈച്ച് റിക്വസ്റ്റ് വരുമ്പോൾ ഡി ബി പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, വരും. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റിക്വസ്റ്റ് വരുമ്പോൾ ഒരുപാട് ഒബ്ജക്റ്റ് ആവും. അപ്പോൾ ഇത് സെർവർ രക്ഷവും. അപ്പോൾ അതിനുവേണ്ടി ജാവ യൂസ് ചെയ്യുന്ന ബീൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യും. അതേ ടൈപ്പ് ഒബ്ജക്റ്റാണ് നമ്മൾ വീണ്ടും ഫസ്റ്റ് റിക്വസ്റ്റ് വരുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. പിന്നെ സെക്കൻഡ് അതേ ഒരു റിക്വസ്റ്റ് വരികയാണെങ്കിൽ, മീൻസ് ഡി ബി കണക്ട് ചെയ്യാൻ റിക്വസ്റ്റ് വരികയാണെങ്കിൽ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല, ഫസ്റ്റ് ഉണ്ടായ ഒബ്ജക്റ്റിന് തന്നെ അത് യൂസ് ചെയ്യും. അതിൻ്റെ പ്രോപ്പർട്ടീസ് കൺസ്ട്രക്ടർ ഡൗൺലോഡ് ചെയ്ത് അത് തന്നെ യൂസ് ചെയ്യും. നല്ലൊരു കോൺസെപ്റ്റാണ്. അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ കമ്പോണൻസും ഓട്ടോവേഡും. ഓട്ടോവേഡ് എന്ന് പറഞ്ഞാൽ ഇത് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനാണ് നടക്കുന്നത്. ഇത് വേറൊരു ബീനാണ്, ടീം സർവീസ്. ആ ബീനിനെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഓട്ടോവേഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതേപോലെ ഇത് വകരകൾ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ നടക്കുക. പിന്നെ ബീൻസ്, ഇത് ബീനാണ്. ഇത് ഒരു ഇതിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് ടൈം ഓരോന്നും ക്രിയേറ്റ് ചെയ്യില്ല, ഉള്ള ഓപ്ഷൻസ് തന്നെ റീയൂസ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ജാവയിലുള്ളത്. ജാവ സിമ്പിളാണ്, ജാവ പവർഫുള്ളാണ്. പഠിച്ചാൽ നല്ല വലിയ കമ്പനിയിൽ നല്ല സാലറി ജോബ് കിട്ടും. പിന്നെ കുറച്ചുകൂടെ എളുപ്പമാണ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ജാവയിൽ ചെയ്യാൻ. കാരണം ഒരുപാട് കാര്യങ്ങൾ അവർ